വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് കൂടി ചേർന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ പല നിർദ്ദേശങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ് ഹമാസ്. പല കാര്യങ്ങളിലും ചർച്ച വേണമെന്നും ഹമാസ് ഇതിനോടകം ആവശ്യപ്പെട്ട് ഓരോ സമാധാനത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും സമാധാനത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് കരുതാനുള്ള ന്യായമായ കാരണങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ 72 മണിക്കൂർ സമയമാണ് ഈ കരാർ അനുസരിച്ച് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി അനുസരിച്ച് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി രണ്ട് കൂട്ടർക്കും ഇസ്രായേലിനും ഹമാസിനും നൽകിയത്. അതിൽ ഇസ്രായേൽ ഏതാണ്ട് തത്വത്തിൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ഇസ്രായേൽ അനുകൂലമെന്ന് തോന്നാവുന്ന നിർദ്ദേശങ്ങളാണ്. പക്ഷേ കൂടുതൽ സമയം വേണം, കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട് എന്ന നിലപാടിലായിരുന്നു ഹമാസ്. അതുകൊണ്ട് ഇപ്പോൾ ഹമാസിന്റെ ചർച്ചകൾ വേണമെന്ന നിർദ്ദേശത്തെ ട്രംപ് പിന്താങ്ങുന്ന സ്ഥിതിക്ക് തീർച്ചയായും ഒക്ടോബർ 7, 2025 എന്നത് ഒരു നിർണായക ഒരു സമയമായി കണ്ടുകൊണ്ടാവണം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം തികയുകയാണ്. അത് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില വന്ന ആളുകൾ അവർക്കൊരിക്കലും ഒരു ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യാൻ ആവില്ല. അത് പ്രതീകാത്മകം മാത്രമാണ്. പക്ഷെ ലോക മനസാക്ഷി ഉണർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ കപ്പലുകളിൽ 45 കപ്പലുകളിൽ അവിടെ എത്തുന്നു. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം തന്നെ കാട്ടുന്നത് ലോകത്തൊരു കൺസെൻസസ് ഉണ്ട്. ഇവിടെ ഒരു കൺസെൻസസിന്റെ വിഷയമാണ്. ലോകം ചിതറി നിൽക്കുകയായിരുന്നു. പലസ്തീനിയൻ കോസ് എന്ന് പറയുന്നത് ലോകം ചിതറി നിന്ന ഒരു സമയത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ പലസ്തീനിയൻ കോസിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7, 2023 നടന്ന ആക്രമണം തീർച്ചയായും ലോകം അതിനെ അപലപിച്ചതാണ്. പക്ഷേ അത് പലസ്തീനിയൻ കോസ് ജനമനസ്സുകളിൽ, ലോക മനസ്സുകളിൽ, ഗ്ലോബൽ അജണ്ടയിൽ സജീവമായി നിലനിർത്തുന്നതിന് സഹായകരമായി എന്ന് വേണമെങ്കിൽ കാണാം. അത് മാത്രമല്ല, ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണം 66,000-ൽ പരം പേരുടെ മരണത്തിനും സർവനാശത്തിനും കാരണമായ ഗസാക്രമണം, ഈ ആക്രമണം തീർച്ചയായും ലോകത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് എന്ത് പ്രതികരണങ്ങൾ സാധിക്കുമെന്ന് ചോദിച്ചാൽ പല രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് ആ പ്രതികരണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ അമേരിക്കയ്ക്ക് ആവില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക തന്നെ സമാധാന നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നതും ഇപ്പോൾ അത് അംഗീകരിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതും അതുകൊണ്ടാണ്. തീർച്ചയായും മോഹൻ വർഗീസ്, ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ലോക മനസാക്ഷി ഉണർന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഈ ലോകരാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയല്ലേ? തീർച്ചയായും ലോകരാജ്യങ്ങളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എക്കാലത്തും അമേരിക്കയുടെ പക്ഷത്തെ ഉറച്ചു നിന്ന രാജ്യങ്ങളാണ്. ഇപ്പോഴും അവർ അമേരിക്കൻ ചേരിയാണ് എന്ന് പറയുമ്പോഴും വേറിട്ടൊരു ചിന്ത, അമേരിക്ക പിന്തുടരുന്ന ഒരു ഹോക്കേഷ് നിലപാടിൽ നിന്നും വേറിട്ട ഒരു ചിന്ത പലസ്തീനിയൻ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയത്തിലെങ്കിലും അവർ കൈക്കൊണ്ടു. പലസ്തീൻ രാജ്യത്തെ ബ്രിട്ടൻ അംഗീകരിക്കും എന്ന് കേവലം 1 മാസം മുൻപ് നമുക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു. പക്ഷേ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ മാൻഡേറ്റിന്റെ കീഴിൽ നിന്നാണല്ലോ പലസ്തീനും ഇസ്രായേലും രൂപപ്പെട്ടത്. അല്ലെങ്കിൽ ആ ഒരു 48-ലെ ആ ഒരു രാജ്യ രൂപീകരണം സംഭവിച്ചത് ബ്രിട്ടീഷ് മാൻഡേറ്റിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ബ്രിട്ടൻ അന്ന് ചെയ്യാൻ കഴിയാതിരുന്നത്, പലസ്തീൻ രാഷ്ട്രം എന്ന വാഗ്ദാനം ഉറപ്പ് നൽകാൻ കഴിയാതെ ഇരുന്ന ബ്രിട്ടന് വൈകിയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു എന്ന ഒരു നിലപാടിലാണ് ബ്രിട്ടൻ ഇപ്പോൾ. ഫ്രാൻസ് എക്കാലത്തും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചൈനയും ഉള്ളതിൽ പലപ്പോഴും ഫ്രാൻസ് അമേരിക്ക അനുകൂല നിലപാടല്ല പലപ്പോഴും എടുത്തിരുന്നത്. എങ്കിൽ പോലും തത്വത്തിൽ അമേരിക്കൻ പദ്ധതികളെ അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴിതാ ഫ്രാൻസും ശക്തമായി പലസ്തീനിയൻ ഗവൺമെന്റ് രൂപീകരിക്കേണ്ട, പലസ്തീനിയൻ രാഷ്ട്രം, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന രൂപത്തിൽ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു. യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളും, അതുകൊണ്ട് അതിന് പുറമേയുള്ള രാജ്യങ്ങൾ, അതായത് ഒരു വൈറ്റ് മാൻസ് കൺസോർഷ്യം എന്ന് പറയാവുന്ന ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ യൂറോപ്പിൽ നിന്നും മാറി നിൽക്കുന്ന രാജ്യങ്ങൾ, കോമൺവെൽത്തിലെ മിക്ക രാജ്യങ്ങളും എല്ലാം തന്നെ ഇതിനോടൊപ്പം, ഈ കോസിനോടൊപ്പമാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ അതിന്റെ കാറ്റലിസ്റ്റായി മാറിയത് ഗാസ ആക്രമണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗാസ ആക്രമണം സംഭവിച്ചതുകൊണ്ടും ലോക മനസാക്ഷി അത് കാരണമായി മനസാക്ഷി തഴുകി ഉണർത്തപ്പെടുകയായിരുന്നു. അതുവരെ ഇതൊരു പാലസ്തീന്റെ മാത്രം വിഷയമാണ്, ലോകത്തിന്റെ വിഷയമല്ല എന്ന ഇടത്തു നിന്നും ഇത് ലോകത്തിന് തന്നെ ഒരു ആവശ്യമായി മാറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് മാറിയ ചിന്തകൾക്ക്, മാറിയ മനസ്സുകളുടെ ശക്തിക്ക് തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. പക്ഷെ അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. മനുഷ്യജീവനുകൾ 2 ഭാഗത്തും വലിയ രീതിയിലുള്ള ആൾനാശമുണ്ടായി.
വസ്തുനാശമുണ്ടായി എന്നത് വിസ്മരിക്കാനാവില്ല. പക്ഷേ ഒരു ആത്യന്തികമായ മാറ്റത്തിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനും ഇതൊരു നിമിത്തമാകും എങ്കിൽ ആത്യന്തികമായി പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുമെന്ന് കരുതാം.